വിവേക്, എന്തിനാ വെറുതെ അവരോട് വഴക്കിന് പോയേ? കണ്ടില്ലേ, ദേഹം മൊത്തം ചതഞ്ഞു. തല്ല് കിട്ടിയാലും കുഴപ്പമില്ല, ചാരുവിന്റെ അടുത്തുനിന്ന് സിമ്പതി പിടിച്ചു പറ്റാൻ പറ്റിയല്ലോ. നല്ല വേദനയുണ്ടോ? നിനക്ക് ഞാൻ എടുക്കാം. ഹലോ ഹലോ സാർ, ഞങ്ങളാ വാടക റോഡികള്. നിങ്ങളൊരു പെണ്ണിനെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞ് കാശ് തന്നില്ലായിരുന്നോ? അത് ഏത് ഏരിയയിലുള്ള പെണ്ണാ? സോറി സാർ, ഞങ്ങളത് മറന്നുപോയി. ഒന്ന് ഫോൺ വെച്ച് പോവാ നോക്കണം. എന്താ സാറേ, ലേറ്റ് ആയതുകൊണ്ടുള്ള ദേഷ്യമാണോ? വണ്ടിയിൽ പെട്രോൾ ഇല്ല സാർ. എടാ, ഇവിടെ എന്റെ പെട്രോൾ തീർന്നടാ. ഒന്നുമില്ല. ആരോ അപ്പോ നിന്റെ പ്ലാൻ ആയിരുന്നോ? ചാരു, ചാരു, അല്ല ചാരു, അത് പിന്നെ ഞാൻ കുറച്ച് സീനിയർ ആർട്ടിസ്റ്റുകളെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ ശരിക്കുള്ള റൗഡീസാ. ഇതൊക്കെ ശരിക്കുള്ള പൊട്ടും ചതവ് തന്നെയാ ചാരു. ചാരു, ആണോ? എത്ര വട്ടം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? എന്തിനാ ഇതുപോലുള്ള ചീപ്പ് ട്രിക്സ് ആയിട്ട് വരുന്നേ? അയ്യോ ചാരു, വേദനിക്കുന്നു, പ്ലീസ്, വേദനിക്കുന്നുണ്ട് ചാരു. നിന്റെ ഈ ഊള ബുദ്ധിയായിട്ട് എന്റെ അടുത്തേക്ക് വന്നാലേ ഞാൻ തന്നെ നിന്നെ ചവിട്ടി ചതയ്ക്കും. അല്ല ചാരു, നിനക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി, നിന്നൊന്ന് ഇംപ്രസ് ചെയ്യാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ദേഷ്യം പോണെങ്കിൽ ഒന്നെങ്കിൽ കുറ്റയേറ്റു പറയണം, കാല് പിടിക്കണം, ക്ഷമിക്കണേന്ന് അപേക്ഷിക്കണം. അതല്ലാണ്ട് വാടക ഹുണ്ടകൾ ഏർപ്പാടാക്കി ഹീറോയിസം കാണിക്കാൻ നിന്നാലേ ദേ ഇതുപോലെ ആകെ മൊത്തം ചതഞ്ഞരയും. സോറി സോറി ചാരു, ഞാനിതൊരു സിനിമയിൽ കണ്ട് ചെയ്തു നോക്കിയതാ ചാരു. കണ്ടോ കണ്ടോ, ഇതാണ് നീ ആയിട്ടുള്ള പ്രശ്നം. എന്തേലും ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കില്ല, ബ്ലൈൻഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. എന്നിട്ട് എല്ലാവരും പിടിച്ച് അതിനകത്തോണ്ട് ഇടുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ എന്നെ ഇംപ്രസ് ചെയ്തിട്ട് നിനക്കെന്ന് തേടാനാ? ഞാൻ നിന്നെ പ്രേമിക്കല്ലേ. ഇനിയൊരു വട്ടം ആ വാക്ക് പറഞ്ഞാലേ ഞാൻ നിന്നെ ഇടിച്ച് നിരപ്പകം പറഞ്ഞേക്കാം. ദേ നോക്ക്, നീ വിചാരിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. വെറുതെ ഇങ്ങനെ എന്റെ പുറകെ നടന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്താലേ സമയം പോവുള്ളൂ. അപ്പൊ നീ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടല്ലേ? അതെന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ചാരു? ഒരിക്കൽ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇനി നീ എന്റെ പുറകെ വരുവാടാ. ഇനി ഇങ്ങനെയുള്ള പൊട്ട പ്ലാൻ ഉണ്ടാക്കുവോ? ചാരു ചാരു, ഇനി ഞാൻ നല്ല പ്ലാൻ ഉണ്ടായിക്കോളാം. നീ നന്നാവില്ല. അമ്മേ ചാരു, അമ്മേ, ചാരുവിനേക്കാളും ആ റൗഡികളെ ഭേദന തോന്നുന്നേ. രാക്ഷസി ചെവിയുടെ വട്ടം പറിച്ചു കളഞ്ഞു. അങ്ങനെ ആ പ്ലാനും പൊട്ടി. അമ്മേ, ഇതെന്താ മിഥുനേട്ടൻ ക്ലീൻ ചെയ്യുന്നേ? അതുകൊണ്ടെന്താ, നീ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അങ്ങനെ വല്ലതും ചോദിച്ചോ? അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യുമ്പോ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അതല്ല, ഇതൊന്നും നിങ്ങളുടെ പണിയല്ലല്ലോ. അങ്ങനെയൊക്കെ നോക്കിയാ ഇത് നിന്റെയും പണിയൊന്നുമല്ലല്ലോ. പണിക്കാരെ വിളിച്ചു പറഞ്ഞാൽ അവര് ചെയ്തോളൂ. ഇതങ്ങനെ പണിക്കാർ ചെയ്താൽ പോരാ, നമ്മൾ തന്നെ ചെയ്യുന്ന നല്ലതെന്ന് നിനക്ക് തോന്നിയാ? ഞാനും നിന്നെ പോലെ ഇത് നമ്മൾ ചെയ്താലേ ശരിയാവും വിചാരിച്ച് ചെയ്താ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മുടെ ജോലിയാണെന്ന് ഇപ്പോഴാണോ മിഥുനേട്ടന് ഓർമ്മ വന്നത്? ചിലതൊക്കെ അങ്ങനെ മേഘനെ, നമ്മളായിട്ടൊന്നും തുടങ്ങില്ല. ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടോ നമ്മൾ തുടങ്ങണം. ഇപ്പൊ നീ ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി എന്ന് വിചാരിച്ചാ മതി. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല മേഘനെ, ചില നേരത്തെ നിന്റെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരും. എന്നാൽ മറ്റു ചില സമയത്ത് നിന്റെ പ്രവൃത്തി കാണുമ്പോൾ ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോവാറുണ്ട്. ചില പ്രോബ്ലംസ് നീ ഹാൻഡിൽ ചെയ്യുന്ന വിധം കാണുമ്പോൾ ശരിക്കും ഞാൻ വല്ലാതെ അതിശയിച്ചു പോകാറുണ്ട്.
നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നീ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. ഇപ്പോഴും അത് തന്നെയല്ലേ നടന്നേ? എങ്ങനെ തീർക്കുന്നൊരു ഐഡിയ ഇല്ലാതിരുന്ന പ്രശ്നം എത്ര ബുദ്ധിയോടെ നീ ക്ലിയർ ചെയ്തെന്നറിയോ? ഇതുവരെ ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ പറയണമെന്ന് തോന്നി. സംടൈംസ് യു ആർ ഗ്രേറ്റ് മേഘനെ. അയ്യോ, എക്കള് വരുന്നല്ലോ. നിക്കേ, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ആ ശരിടാ, ഇതില് വെള്ളമില്ലല്ലോ. നിക്കേ, ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വരാം. അയ്യോ മിഥുനേട്ടാ, അയ്യോ എന്താ പറ്റിയത് മിഥുനേട്ടാ? അയ്യോ കാലിന് വല്ലതും പറ്റിയോ? അയ്യോ ശ്രദ്ധിച്ച് നടക്കണ്ടേ മിഥുനേട്ടാ? ഓരോന്നും കൊച്ചു കുട്ടികളോട് പറയുന്ന പോലെ പറയണം അല്ലേ? ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാ? എവിടെ, ഞാൻ നോക്കട്ടെ. അല്ല മിഥുനേട്ടനൊന്നും പറ്റിയില്ലേ? എന്തിനാ ഒരു കാര്യമില്ലാതെ ചിരിക്കുന്നേ? കണ്ടില്ലേ, എക്കള് മാറിപ്പോയ വഴിയണ്ട. നിന്റെ എക്കള് നിർത്താൻ വേണ്ടിയാ ഞാനൊരു ചെറിയ നാടൻ കളിച്ചേ. ഇത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമാ. വിക്കല് നിൽക്കാൻ ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോ? ഓക്കെ ഓക്കെ, സോറി. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്തതല്ല. വെള്ളമില്ലാത്തതുകൊണ്ട് വേറൊരു വഴി കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. വിക്കല് നിർത്തി തന്നതിന് ഒത്തിരി നന്ദി. യു വെൽക്കം. മഞ്ജരി, നീ എവിടെ പോയിട്ട് വരിക? നാളെ മിഥുന്റെ പിറന്നാളല്ലേ, അത് നമുക്ക് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഒറ്റയടിക്ക് മേഘനയുടെ ഭാഗത്തേക്ക് ചാടിയവരെല്ലാം വീണ്ടും ഇങ്ങോട്ടേക്ക് ചാടിക്കണ്ടേ? അത് ശരിയാ മഞ്ജരി, മേഘനയോടുള്ള ഈ പോസിറ്റിവിറ്റി ഒത്തിരി നാളത്തേക്ക് തുടരാൻ അനുവദിക്കരുത്. എല്ലാവർക്കും ഇപ്പൊ എന്തൊരു സ്നേഹം ആ മേഘനയോടൊന്നും കണ്ടില്ലേ? ഒരു ഊണ സമരം നിർത്തിയെന്നും പറഞ്ഞ് മേഘന എന്തോ വലിയ എക്സ്പെർട്ട് ആണെന്ന വിചാരം. എന്തായാലും മേഘനയ്ക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ മാർക്സ് എനിക്ക് തട്ടിയെടുക്കണം. അതിനും ഇതിന്റെ ജന്മദിനം ഒരു വേദിയായിട്ട് സ്വീകരിച്ചോ? ഉറപ്പായിട്ടും ആന്റി. ആന്റി വാ, നമുക്ക് ശരിയാക്കാം. മിഥുൻ, 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 മിഥുൻ. എന്താ മഞ്ജരി, എന്ത് പറ്റി? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് മഞ്ജരി. നിനക്ക് വേണ്ടി പല കടകളിൽ കയറി ഇറങ്ങി ഒരു സ്യൂട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, നോക്കിക്കേ. ഹൗ ഈസ് ഇറ്റ് മിഥുൻ? വാവ്, ഒത്തിരി നന്നായിട്ടുണ്ട് മഞ്ജരി. നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയായിരുന്നു മിഥുൻ. നിന്റെ അഭിപ്രായങ്ങളും നിന്റെ അഭിരുചികളും എന്നെക്കാളും നന്നായിട്ട് മറ്റാർക്കും അറിയില്ലല്ലോ. മിഥുൻ, നാളെ നിനക്ക് മറ്റെല്ലാവരും തരുന്ന ഗിഫ്റ്റ്സിനേക്കാൾ മഞ്ജരി തരുന്ന ഗിഫ്റ്റ് ആയിരിക്കണം സ്പെഷ്യൽ എന്ന് കരുതി അത്ര പാടുപെട്ടിട്ട് അവളിത് സെലക്ട് ചെയ്തത്. എല്ലാവരും ഇതിനു വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും. മേഘനെ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്ത് ചെറിയ കാര്യം? അതിരിക്കട്ടെ, മിഥുന്റെ ബർത്ത്ഡേക്ക് നീ എന്ത് ഗിഫ്റ്റാ വാങ്ങിയിരിക്കുന്നത്? അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കുന്ന എനിക്ക് എന്തായാലും ഉറപ്പാ. ആന്റി എന്ത് വിഡ്ഢിത്തായി പറയുന്നേ? ആന്റിയുടെ നെക്ലസ് നന്നാക്കി തരാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ പുറകെ ഇപ്പോഴും അവള്. അങ്ങനെയുള്ളപ്പോ എന്ത് കോസ്റ്റ്ലി ഗിഫ്റ്റാ ഇവക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുക?
അതും ശരിയാണ് മഞ്ജരി. ആ കാര്യം എന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. ആ വീട്ടിലെ ജോലിക്കാരും മിഥുൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മേഘനയും അവളുടെ ലെവലിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമായിരിക്കും. ഒന്ന് നിർത്തി ചെറിയമേ. എന്തു പറ്റി മിഥുൻ? അതെ, മേഘന വിചാരിച്ച എത്ര കോസ്റ്റ്ലി ഗിഫ്റ്റ് വേണമെങ്കിലും എനിക്ക് തരാൻ പറ്റും. ശരിക്കും അവളുടെ സ്റ്റാറ്റസ് മറന്നിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അവള് സ്വന്തം ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് സ്വന്തമായ ഒരു ജോലിക്ക് പോയി കാശുണ്ടാക്കി ചെറിയമ്മയുടെ നെക്ലസ് ശരിയാക്കി തരാന്ന് വെച്ചത്. സത്യത്തിൽ അവൾക്ക് കാശില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. പിന്നെ നീ എപ്പോഴാ മഞ്ജരി ഈ സ്നേഹത്തെയും ബന്ധത്തെയും സമ്മാനങ്ങൾ വെച്ച് താരതമ്യം ചെയ്യാൻ തുടങ്ങിയത്? അല്ല, നിന്റെ ചിന്തകൾ ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. കുറച്ചൊക്കെ മെച്യൂരിറ്റി കാണിക്കേ. നല്ലതും ചീത്തയും വേർതിരിക്കുന്നത് കാശുകൊണ്ടല്ല, ഇനിയെങ്കിലും ഒന്ന് പഠിക്കേ. ഞാൻ ഒന്നോടെ തെളിച്ചു പറയാം. മേഘന മിഥുൻ നന്ദന്റെ ഭാര്യയാണ്. നന്ദൻ കുടുംബത്തിന്റെ മരുമകൾ. ഇവിടെയുള്ള സകല വസ്തുക്കളിലും ആസ്തിയിലും അവൾക്ക് ഒരുപോലെ അധികാരമുണ്ട്. നീ എന്തൊക്കെയാ മിഥുൻ ഈ പറയുന്നേ? നാളെ ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട മേഘനയ്ക്ക് ഈ വീട്ടിലെ വസ്തുക്കളിലും ആസ്തിയിലും ഒക്കെ എങ്ങനെ അധികാരം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ വിവാഹമോചനം കിട്ടുന്നതുവരെ അവൾ ഈ വീട്ടിലെ മരുമോള് തന്നെയാണ്. മഞ്ജരി, ആസ്തിയോ അന്തസ്സൊന്നും അല്ല ഇവിടുത്തെ ടോപ്പിക്. നമ്മുടെ ചിന്താഗതികള്. നമുക്കിഷ്ടമുള്ളവർക്ക് നമ്മൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തെന്ന് വെച്ച് മറ്റുള്ളവരും അത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ലല്ലോ. മാത്രമല്ല, സമ്മാനത്തിന്റെ വിലയുടെ പേരിൽ അവരുടെ സ്ഥാനവും നിലയും വിലയും ഒരിക്കലും അളക്കാൻ പാടില്ല. പഠിപ്പും വിവരമുള്ള നീ സംസ്കാരമില്ലാത്ത പോലെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് എന്തിനാ? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം മഞ്ജരി. പിന്നെ മഞ്ജരി, നിന്നെ വിഷമിപ്പിക്കാനൊന്നുമല്ല ഞാനിത് പറഞ്ഞത്. നന്ദൻ ഫാമിലിയിലെ അംഗങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നിന്നോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പോട്ടെ, ഇനി ആ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ വേണ്ട. എന്തായാലും മിഥുന് വേണ്ടി നല്ലൊരു ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടല്ലോ. അതെ ആന്റി. വെരി ഗുഡ്. ആന്റി, പിന്നെ നാളെ മിഥുന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. അതിൽ മറ്റാരും ഇടപെടണ്ട. നീ തന്നെ എല്ലാം ചെയ്തോളാന്നാണെങ്കിൽ ആരാ നിന്നെ ഇവിടെ വിലക്കാൻ പോകുന്നത് എന്റെ മഞ്ജരി? ആ അവകാശം നിനക്ക് എപ്പോഴും ഇവിടെ. താങ്ക് യു സോ മച്ച് ആന്റി. മേഡം എല്ലാം റെഡിയാ. ശരി, എല്ലാരും വന്നുള്ളൂ, ഡിന്നർ കഴിക്കാം. പിന്നൊരു കാര്യമുണ്ട്. തൽക്കാലം എല്ലാവരും നിന്നെ തലയെക്കെട്ടി വെച്ചിരിക്കുന്നോണ്ട് കാര്യങ്ങളെല്ലാം നിന്റെ കയ്യിലൂടെ നടക്കുമെന്ന് വിചാരിക്കണ്ട. നിന്റെ കഥാപാത്രത്തിന്റെ സീൻസ് കഴിഞ്ഞു. അത് ഓർമ്മയിലിരുന്നാ നല്ലത്. ഞാൻ ഉള്ളിടത്തോളം ഈ വീട്ടിൽ നീ സമാധാനത്തോടെ കഴിയില്ല. മിഥുന്റെ ഈ ബർത്ത്ഡേ സെലിബ്രേഷന്റെ പേരിൽ ഇവിടെ ഉള്ളവരെ എല്ലാവരെയും ഞാൻ എന്റെ കയ്യിലെടുക്കും. നീ നോക്കിയിരുന്നോ? അയ്യോ, ആകാശ് കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ. ഹലോ, ഹായ് ആകാശ്. എന്താ മേഡം അവിടെ ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നല്ലോ. ഇത്രയും വലിയ ഫാമിലിയില് ബിസി ആയില്ലെങ്കിലല്ലേ അതിശയിക്കാനുള്ളത് ആകാശ്. എന്താ കാര്യം? ഓരോ കാര്യം എല്ലാരും കൂടിയിരുന്ന് സംസാരിക്കും. ഡിന്നർ ആയാലും ലഞ്ച് ആയാലും ഒന്നിച്ചിരുന്നേ കഴിക്കും.
ദിവസം മൊത്തം ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണോ മേഡത്തിന് എനിക്ക് വേണ്ടി തീരെ സമയമില്ലാത്തത്? അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലല്ലോ. എത്ര വട്ടം വിളിച്ചു എന്നറിയോ? ഒരു കോളിന് പോലും ആൻസർ ചെയ്തില്ല. ഫാമിലി എല്ലാവരും ഡിന്നർ കഴിക്കാൻ കൂടെ ഉണ്ടായിരുന്നു ആകാശ്. അതുകൊണ്ട് എടുക്കാൻ പറ്റാഞ്ഞത്. ശരി, സാരമില്ല. നാളെ ഞാൻ നിന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. റെഡിയായിരുന്നു? എവിടേക്കാ? പുതിയൊരു ഷോപ്പിംഗ് മാൾ വന്നിട്ടുണ്ട്, അവിടെ പോവാം നമുക്ക്. നാളെ വരാൻ പറ്റൂന്ന് തോന്നുന്നില്ല. അതെന്താ സഞ്ജു? നാളെ എന്റെ ഏട്ടന്റെ ബർത്ത്ഡേയാ. വീട്ടിൽ അതിന്റെ ആഘോഷമായിരിക്കും. അതിന്റെ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാനൊരു സമ്മാനമൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു, നീ അത് മിസ് ചെയ്തു. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ബന്ധത്തെക്കുറിച്ച് വീട്ടുകാരറിയുന്നതിന് മുൻപ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ തന്നാ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്ക? പറ. അങ്ങനെയാണെങ്കിൽ നീ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞേക്ക്. പറയാനൊക്കെ എളുപ്പാ, പക്ഷെ ഇപ്പൊ പറ്റില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ പറ, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാൻ വന്ന് പറയാം. അങ്ങനെയുള്ള അവിവേകൊന്നും കാണിച്ചേക്കരുതേ. സമയം നോക്കി ഞാൻ തന്നെ അവരോട് അവതരിപ്പിച്ചോളാം. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? അതിന്റെ ഇടയ്ക്ക് വീട്ടുകാര് വേറെ വല്ലവനെയും കൊണ്ടുവരും. നോ പറയാൻ പറ്റാതെ നീയും ആ വെപ്രാളത്തിൽ ഞാനും പെടഞ്ഞു മരിക്കേണ്ടി വരും. പ്ലീസ് പ്ലീസ് ആകാശ്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. സമയം ഒത്തുവരുമ്പോ ഞാൻ തന്നെ എല്ലാരോടും പറഞ്ഞോളാം. അതുവരെ നീ ഒന്ന് അടങ്ങിയിരിക്കണം, ഓക്കെ? ആയിക്കോട്ടെ മേഡം, വേറെ എന്ത് ചെയ്യാനാ? ശരിക്ക് വലിച്ചു കെട്ട്. സുദീപ്, മേഡം പറയൂ. എന്താ അവരോടൊരു സംസാരം? അവരോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നാ Sorry, madam. ജോലിയൊക്കെ എപ്പ തീർക്കാനാ? ഞാൻ നോക്കിക്കോളാം. അച്ഛാ, അച്ഛമ്മേ, ആരതി എടുത്തോളൂ. മോളെ മേഘനെ, മിഥുൻ എഴുന്നേറ്റ മോളെ? ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അച്ഛാ. ഓ, ദാറ്റ്സ് നൈസ്. മിഥുന് ഞാനായിരിക്കും ആദ്യം വിഷ് ചെയ്യുന്നത്. മഞ്ജരി, ഒരു മിനിറ്റ് നിക്ക്. മിഥുനേട്ടൻ എഴുന്നേറ്റ ശേഷം വിശ്വസ് പറഞ്ഞാ മതി. എഴുന്നേൽപ്പിച്ച് വിശ്വസ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. മിഥുനോട് എപ്പോ വിശ്വസ് പറയണമെന്നും എങ്ങനെ വിശ്വസ് പറയണമെന്നും എന്നെ ആരും പഠിപ്പിക്കണ്ട. പ്രത്യേകിച്ച് നിന്റെ സജഷൻസ് എനിക്ക് വേണ്ട. അതെ മഞ്ജരി, ഇതിനോട് ഏറ്റവും ആദ്യം നിന്റെ ഇഷ്ടപ്രകാരം നീ തന്നെ ബർത്ത്ഡേ വിഷസ് പറഞ്ഞോളൂ. പക്ഷെ അത് ഉറങ്ങിക്കിടക്കുന്നതിനെ എഴുന്നേൽപ്പിച്ചിട്ട് വേണ്ട. ഉറങ്ങിക്കിടക്കുന്ന അവനെ എഴുന്നേൽപ്പിച്ചാൽ ഭ്രാന്താണെന്ന് നിനക്കറിയാലോ. വെറുതെ അവന്റെ വായിരിക്കുന്ന കേൾക്കണ്ട. പിന്നെ ഇന്നത്തെ ദിവസം മുഴുവനും അതിന്റെ ദേഷ്യമായിരിക്കും അവന്. അതിന്റെ ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? ശരി അങ്കിൾ, മിഥുൻ എഴുന്നേറ്റ ശേഷം വിഷ് ചെയ്തോളാം. മിഥുൻ, കണ്ടുമുട്ടിയ നാൾ തൊട്ട് നിന്റെ ജന്മദിനത്തിന് എല്ലാ വർഷവും ഞാൻ ആദ്യം വിഷ് ചെയ്യാറ്. ഇപ്പോഴും ഞാനായിരിക്കണം ആദ്യം. നീ കണ്ണു തുറന്നതും ഞാൻ മുമ്പിലുണ്ടാവും. ഞാനെന്തിനിങ്ങനെ കല്യാണത്തിന് മുൻപേ വലിയ കുലസ്ത്രീയെ പോലെ മിഥുന്റെ കാൽച്ചുവട്ടിൽ വന്നിരിക്കുന്നു? മഞ്ജരി, നിന്റെ പൊസിഷൻ ഇവിടെയല്ല. ഒരിക്കലും പുരുഷന്റെ കാൽക്കീഴിലല്ല സ്ത്രീയുടെ സ്ഥാനം. നിന്റെ വിരൽത്തുമ്പിന്റെ അനക്കത്തിനൊത്തു വേണം അവൻ ആടാൻ. അതിന് അവന്റെ തലയ്ക്ക് മുകളിൽ നീ ഉണ്ടാവണം.
എന്താ മേഘനെ, എന്നെക്കാളും മുമ്പേ മിഥുനെ വിഷ് ചെയ്യാൻ എന്നോട് മത്സരിക്കാൻ വന്നതാണോ? ആദ്യം വിഷ് ചെയ്താലും പിന്നീട് വിഷ് ചെയ്താലൊന്നും ഒരു കാര്യമില്ല. വിഷ് ചെയ്യുന്ന വ്യക്തിയുടെ നന്മ മനസ്സിൽ ആഗ്രഹിച്ചാൽ മതി. വാക്കുകളിൽ പ്രകടിപ്പിക്കണമെന്ന് പോലുമില്ല. ഇവളോട് മിണ്ടാൻ പോയ പതിവ്രതാ ശിരോമണി പാരായണായിട്ട് വന്നോളൂ. ഗുഡ് മോർണിംഗ് മേഘനെ. ഗുഡ് മോർണിംഗ് മിഥുനേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് മേഘനെ. ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേക്ക് നീ ആദ്യം വിഷ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ് മിഥുൻ? നിന്നെ ഏറ്റവും ആദ്യം വിഷ് ചെയ്യാൻ വേണ്ടി എത്ര നേരം നിന്റെ തലക്കിൽ വന്നിരിക്കുകയാണെന്ന് അറിയോ? ഒടുവില് മേഘനയുടെ വിഷസാ നീ സ്വീകരിച്ചത്. മഞ്ജരി, നീ എന്റെ തലക്കൽ വന്നിരിക്കുന്നു, ഉറങ്ങിക്കിടക്കുന്നു, ഞാൻ എങ്ങനെ കാണാനാ? ഞാൻ ഉറക്കം തെളിഞ്ഞ് കണ്ണു തുറന്നപ്പം മേഘനയുടെ മുഖമാണ് ആദ്യം കണ്ടത്. കണ്ട ഉടനെ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ അവള് വിഷ് ചെയ്തു. നീ പറയുന്ന കേട്ടോ, ഇതൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന പോലെയുണ്ട്. കുലസ്ത്രീ കടിച്ച് കാൽക്കൽ ഇരിക്കേണ്ടെന്ന് കരുതി തലയ്ക്ക് വന്നിരുന്നപ്പോ എല്ലാം തേണ്ടി തല കീഴായി പോയി. എന്നാ പിന്നെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കാതെ ഇപ്പോഴെങ്കിലും ഒന്ന് വിഷ് ചെയ്തു. കൂൾ മഞ്ജരി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സഞ്ജയ്. പിറന്നാൾ മംഗളങ്ങൾ മിഥുനെ. താങ്ക് യു അച്ഛമ്മേ. ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. താങ്ക് യു ഡാഡ്. ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. താങ്ക് യു ചെറിയമ്മേ. ജന്മദിനാശംസകൾ മിഥുൻ. ഓരോ വർഷവും വിജയത്തിന്റെ പടവുകൾ കയറിക്കൊണ്ട് ഉയരങ്ങളിലെത്തണം നീ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സോ മച്ച്. മഞ്ജരി, ഏറ്റവും ആദ്യം വിഷ് ചെയ്യാൻ വേണ്ടി ഓടി വന്നതല്ലേ? എന്നിട്ട് എന്തായി? ഹാപ്പി ബർത്ത്ഡേ മിഥുൻ. താങ്ക്സ് മഞ്ജരി. എന്ത്? എല്ലാരേക്കാളും മുമ്പ് പറയാമെന്ന ആള് ഏറ്റവും അവസാനാണോ പറയുന്നേ? അയ്യോടാ, കഷ്ടമായി പോയി. മഞ്ജരി, മത്സര ബുദ്ധി മാത്രം ഉണ്ടായാ പോരാ, തലയില് കുറച്ച് ആൾതാമസം കൂടി വേണം. എല്ലാ ദിവസവും നമുക്ക് ഫേവർ ആയിരിക്കണമെന്നില്ലല്ലോ. ചിലര് നോക്കുകുത്തിയെ പോലെ മുമ്പിൽ കയറി നിന്നാ പ്രതീക്ഷിക്കാത്തത് പലതും നടക്കും. ഓ, അതാ ഇന്ന് എന്റെ കാര്യത്തിൽ നടന്നത്. പോട്ടെ മിഥുൻ, നീ റെഡിയായിട്ട് താഴേക്ക് വാ. ശരി മോൻ. എല്ലാരും വാ. മിഥുനേട്ടാ, ദേ കാപ്പി കുടിക്കേ. താങ്ക് യു മേഘ. എന്താ ഇപ്പൊ ചെയ്യാ? വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ച് വച്ചതേ ഉള്ളൂ. പുറത്തേക്കൊന്ന് പോണം. പക്ഷെ ഞാൻ പോകുമ്പോ ഇയാളെങ്ങാനും എഴുന്നേറ്റാലോന്നാ. ഞാനില്ലാത്ത സമയത്ത് ഇയാളെങ്ങാനും ഉണരുകയാണെങ്കിൽ എവിടെയാണെന്ന് അറിയാണ്ട് ആകെ വെപ്രാളപ്പെടും. ചിലപ്പോ ഓടി രക്ഷപ്പെടാനും ശ്രമിക്കും. പിന്നെ കണ്ടുപിടിക്കാനും പറ്റിയെന്ന് വരില്ല. കണ്ണിമ പൂട്ടാതെ ഇയാളെ നോക്കണേന്ന് മേഘന പറഞ്ഞിട്ട് പോയതാ. എന്താ ഇപ്പൊ ഒരു വഴി? ഇതുവരെ തെളിയാത്ത ബോധമല്ലേ, പെട്ടെന്നൊന്നും എണീക്കില്ല. അതിനുള്ളിൽ പോയിട്ട് വന്നേക്കാം.